ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൊരു ചെമ്മീൻ തോരൻ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ തോരനാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം സവാള, കറിവേപ്പില. ഒരു ചട്ടിയിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാനൊരു സവാളൻ്റെ പകുതിയാണ് എടുത്തത്. ചെറിയ സവാളയാണ് പകുതി എടുക്കാം, അല്ലെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ എടുത്താൽ മതി. വെളുത്തുള്ളി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാവും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. പുളിവെള്ളം ഒരുപാട് ചേർക്കരുത്, കുറച്ച് മാത്രമേ ചേർക്കാവൂ. ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് ടൈം കൂടുതലാവും, അപ്പോൾ ചെമ്മീൻ ഹാർഡായി പോവും. അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് തുറന്ന് നോക്കിയത്. ഏകദേശമൊക്കെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ ചെമ്മീൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ചെറിയ ചെമ്മീനാണ് എടുക്കേണ്ടത്. ടൈഗർ ചെമ്മീനിലൊന്നും ഇത് ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പൊടിച്ചെമ്മീനായാലും നല്ല ടേസ്റ്റാണ്. ഇത്രയും വലുപ്പത്തിലുള്ള ചെമ്മീനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എടുക്കുമ്പോൾ. നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ തോരന്. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. 1 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി തേങ്ങയൊക്കെ നന്നായിട്ട് ചെമ്മീനിലേക്ക് പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ഇതേപോലെ ചെയ്ത് നോക്കാത്തവർ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് പണിയൊന്നുമില്ല, കുറേ ഉള്ളി വഴറ്റേണ്ട ഒന്നും പണികളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.